എഫ്ഐആറിന്റെ പകർപ്പിന് വേണ്ടിയാണ് ഗവർണർ വെയിറ്റ് ചെയ്യുന്നത്. എഫ്ഐആറിന്റെ പകർപ്പ് കിട്ടിയെങ്കിൽ മാത്രമേ അതിൽ എത്ര രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ താൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ താൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ DGPയുമായി സംസാരിച്ച കാര്യത്തിലേക്ക് നമുക്ക് വരാം. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ഉള്ള ഗുണ്ടകളെ റോഡിൽ അഴിഞ്ഞാടാൻ വിടുന്നത് നിങ്ങളാണ്, അതായത് SFIക്കാരെ ഗുണ്ടകൾ എന്ന് അദ്ദേഹം വീണ്ടും വിളിച്ചിരിക്കുന്നു. SFIക്കാരെ ഇത്തരത്തിൽ റോഡിൽ അഴിഞ്ഞാടാൻ വിടുന്നത് നിങ്ങളാണ്. അത് തനിക്ക് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ സാധിക്കില്ല, തനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല, തനിക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല. ഈ വിഷയത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഗവർണർ ചെയ്തത്. ഈ വിഷയത്തിൽ ഗവർണറെ ഒന്ന് അന്വേഷിപ്പിക്കാൻ വേണ്ടിയാണ് DGP നേരിട്ട് അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടത്. എന്നാൽ ഒരു കാരണവശാലും താൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോകില്ല. നേരത്തെ മുൻ നിലപാട് എന്തായിരുന്നു, ആ നിലപാടിന് സമാനമായ രീതിയിലുള്ള നിലപാട് കൈക്കൊണ്ടിരിക്കുന്നു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിലവിൽ അദ്ദേഹം ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ ഇപ്പോഴും അദ്ദേഹം അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. കാര്യം നേരത്തെ അദ്ദേഹം ഇവിടുത്തെ റൂറൽ SP സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രതിഷേധക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്, നിങ്ങളാണ് യഥാർത്ഥ പ്രതികൾ, നിങ്ങളാണ് യഥാർത്ഥ പ്രതികൾ എന്നുള്ള ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ദേശീയ തലത്തിലെ ഒരു വിഷയമാക്കി മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നു. അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അദ്ദേഹം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, എന്നാൽ അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നീട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ച് അദ്ദേഹം ഫോണിൽ ഈ വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് നേരത്തെ തിരുവനന്തപുരത്തുണ്ടായ വിഷയം സംസ്ഥാനത്ത് മാത്രമായി ഒതുങ്ങിയെങ്കിൽ നിലവിലുണ്ടായ വിഷയം സംസ്ഥാനത്ത് മാത്രമായി ഒതുക്കി നിർത്താൻ ഗവർണർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ ദേശീയ തലത്തിലേക്ക് വിഷയം ഉന്നയിക്കുകയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ നമ്മുടെ ചരിത്രത്തിൽ ഇതുവരെ ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് നമ്മൾ കണ്ടിട്ടില്ല. ഒട്ടേറെ ഗവർണർമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ പരസ്യമായി പോരിലേക്ക് നീങ്ങുന്ന ഒരു സർക്കാരിലെ അല്ലെങ്കിൽ സർക്കാർ അനുകൂല വിദ്യാർത്ഥി സംഘടനകളെ കുറിച്ച് അവരുമായി പോരിലേക്ക് നീങ്ങുന്ന ഒരു ഗവർണറെ നമ്മൾ കണ്ടിട്ടില്ല. ആ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ സ്ഥിതി പഴയതിന് സമാനമായി തന്നെയാണ്. FIR അടിയന്തരമായി എത്തിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് കൊല്ലം ജില്ലാ റൂറൽ SP അതുപോലെ തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന FIR പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ഒപ്പം തന്നെ നേരത്തെ അദ്ദേഹം പോലീസ് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചത് 17 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിൽ 12 പേർ കണ്ടാൽ അറിയാവുന്നവരും 5 പേർ കണ്ടാൽ അറിയാത്തവരുമാണ്. ബാക്കിയുള്ളവരെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അടിയന്തരമായി അവർക്കെതിരെ നടപടി സ്വീകരിക്കാമെന്നുള്ള ഒരു ഉറപ്പ് കൊല്ലം റൂറൽ SP അതുപോലെ തന്നെ DGP അടക്കമുള്ള ആൾക്കാർ ഗവർണർക്ക് നൽകിയിരുന്നു. എന്നാൽ ആ ഉറപ്പൊന്നും വേണ്ട, തനിക്ക് കൃത്യമായ നടപടിയാണ് ആവശ്യം. അവരെ അറസ്റ്റ് ചെയ്ത് അവർക്കെതിരെ കൃത്യമായ Z കാറ്റഗറിയിലുള്ള വ്യക്തിയായിട്ടുള്ള തനിക്കെതിരെ അല്ലെങ്കിൽ കേരള ഗവർണർക്കെതിരെ ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തിയ ആൾക്കാർക്കെതിരെയുള്ള ശക്തമായ നടപടികൾ, ശക്തമായ വകുപ്പുകൾ ഇവർക്ക് മേൽ ചുമത്തണമെന്നുള്ളൊരു ആവശ്യമാണ് ഗവർണർ ഉന്നയിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴും അദ്ദേഹം ആ പ്രദേശത്ത് ഇപ്പോൾ നിലവിലെ ഒരു ചായക്കടയുടെ മുന്നിലാണ്, ഒരു അടച്ച കടയുടെ മുന്നിലാണ് അദ്ദേഹം കുത്തിയിരിക്കുന്നത്. അവിടെ ഏതാണ്ട് 1.5 മണിക്കൂറിലധികമായി അദ്ദേഹം കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സമാനമായ രീതിയിലുള്ള ഒരു സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിഷേധങ്ങൾ ഒരു കാരണവശാലും ഇതുവരെ ലഭ്യമായിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ കേരളം കണ്ടിട്ടുള്ളതല്ല. എന്നാൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധ സമരങ്ങൾ ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ സംഭവം ഉണ്ടായത് 10:45 കൂടിയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കര സദാനന്ദപുരത്ത് ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയായിരുന്നു. ആ സമയത്താണ് 50ഓളം വരുന്ന SFI പ്രവർത്തകർ നിലമേൽ ഭാഗത്ത് വെച്ച് അദ്ദേഹത്തെ കരിങ്കൊടി കാണിച്ചത്, സംഘി ചാൻസലർ ഗോ ബാക്ക് എന്നുള്ള ബാനർ കാണിച്ചത്. അതോടുകൂടി അദ്ദേഹം വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. വാഹനം നിർത്തി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു. ഇറങ്ങിയ ശേഷം അദ്ദേഹം ഈ SFI പ്രവർത്തകരോട് അടുത്തേക്ക് വാ എന്നുള്ള രീതിയിൽ ഹിന്ദിയിൽ സംസാരിക്കുന്നു. പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ SP അടക്കമുള്ള ആൾക്കാർ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവരോട് ഈ ഗവർണർ രൂക്ഷമായ രീതിയിൽ സംസാരിക്കുകയായിരുന്നു. യഥാർത്ഥ പ്രതികൾ നിങ്ങളാണ്, ഈ SFIക്കാരെ തെരുവിലിറങ്ങിയ ആൾക്കാരെ സംരക്ഷിക്കുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നുള്ള ഒരു പ്രതികരണം ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഒപ്പം തന്നെ അതോടുകൂടി വലിയ രീതിയിലുള്ള ആൾക്കാർ, ജനങ്ങളൊക്കെ തന്നെ ഒട്ടേറെ ആൾക്കാർ ഇവിടെയൊക്കെ എത്തുകയും അദ്ദേഹത്തെ ഈ ഗവർണറെ കാണാൻ വേണ്ടി എത്തുകയൊക്കെ തന്നെ ചെയ്യുന്നു. നിലവിൽ ഇപ്പോൾ ഒട്ടേറെ വലിയ പോലീസ് സന്നാഹം ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. കൊല്ലം റൂറൽ പോലീസിലെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘാംഗങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. സ്ഥിതി സമാനമായ രീതിയിൽ സ്വീകരണം വരേണ്ടതുണ്ട്. അദ്ദേഹം ഒരു നിമിഷം നമുക്കൊന്ന് പരിശോധിക്കാം.
ഗവർണർ ഏതോ ഒരു വ്യക്തിയുടെ ഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ചുമതലക്കാരനായിട്ടുള്ള ഹരിയസ് കർത്തയുടെ ഫോണിലേക്കാണ് അദ്ദേഹം വിളിച്ചിട്ട് ലഭിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്നുള്ള ഒരു മറുപടി ഇപ്പോൾ ഗവർണറുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. എഫ്ഐആറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ എഫ്ഐആറിൽ എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയാണ്. പോലീസ് അടിയന്തരമായി എഫ്ഐആർ എത്തിക്കാനുള്ള ഒരു നിർദ്ദേശം ഇവിടുത്തെ ചടയമംഗലം SHOയ്ക്ക് നൽകിയിരിക്കുന്നു. ചടയമംഗലം SHO അടക്കമുള്ള ആൾക്കാർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അത് ഫയൽ ചെയ്യുന്ന നമ്പർ കിട്ടുന്നതിനുള്ള ഒരു നടപടിക്രമം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.